Hi all, welcome back. Let's dive into chapter 2, data representation and Boolean algebra. അപ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ എങ്ങനെ അപ്പം ഈ ഒരു കമ്പ്യൂട്ടർ ഈ പാഠത്തിലില്ലേ നമ്മൾ കമ്പ്യൂട്ടേഴ്സ് എങ്ങനെയാണ് വെറൈറ്റി ഓഫ് ഡാറ്റാസ് ഉണ്ട് റിയൽ വേൾഡിൽ അല്ലെ. ഈ വേൾഡിലുള്ള ഡാറ്റാസിനെ എങ്ങനെയാണ് കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്യുന്നത്, എങ്ങനെ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഈ പാഠത്തിൽ നിന്ന് പഠിക്കാൻ പോകണം. ഓക്കെ, അപ്പൊ ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അപ്പോൾ ഇവര് രണ്ട് സ്റ്റേറ്റിലായിരിക്കും വർക്ക് ചെയ്യുക ഈ കമ്പ്യൂട്ടേഴ്സ്, ഒന്നില്ലെങ്കിൽ ഓണില് അല്ലെങ്കിൽ ഓഫില്. ഈ രണ്ട് സ്റ്റേറ്റ് ആണ്, മീൻസ് സീറോ ഓർ വൺ. ഓൺ എന്ന് പറയുന്നത് വണ്ണും ഓഫ് എന്ന് പറയുന്നത് സീറോ. ഈ രണ്ടെണ്ണത്തിലായിരിക്കും, ഈ രണ്ട് സ്റ്റേറ്റിലായിരിക്കും എന്ത് ചെയ്യുക, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഓണും ഓഫിലും വർക്ക് ചെയ്യുന്ന ഈ കമ്പ്യൂട്ടറിന് നമ്മുടെ ഡാറ്റ കൊടുത്താൽ മനസ്സിലാവണമെന്നില്ല, മനസ്സിലാവില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, ഈ ഡാറ്റനെ എന്ത് ചെയ്യും, ബൈനറി അവന്റെ ഓൺ ആൻഡ് ഓഫ് രീതിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും ഇതിനെ പ്രോസസ് ചെയ്യുക. ഓക്കെ, ഇനി അതായിരുന്നു ഡാറ്റന്റെ റെപ്രസെന്റേഷൻ എന്ന് ഉദ്ദേശിച്ചത്. ഈ ഡാറ്റനെ ഏത് രീതിയിലായിരിക്കും എന്താണ് പ്രതിനിധി, അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ആ ഒരു രീതിയിൽ ഡാറ്റ മറ്റവർക്ക് മനസ്സിലാവുന്ന, മീൻസ് കമ്പ്യൂട്ടേഴ്സിന് മനസ്സിലാവുന്ന രീതിയിലോട്ട് എങ്ങനെ വേണം മാറ്റുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലോട്ടാണ് കമ്പ്യൂട്ടേഴ്സ് നമ്മുടെ ഡാറ്റനെ മാറ്റുന്നത്, അതാണ് ഡാറ്റ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്പർ സിസ്റ്റം പഠിക്കണം. അപ്പൊ എന്താണ് നമ്പർ സിസ്റ്റം? നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾസിനെയാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അതിൽ ഏറ്റവും മോസ്റ്റ് കോമൺ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റം ആയിരിക്കും. അപ്പോൾ അത് എത്ര 10 ഡിജിറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുക, 0 മുതൽ 9 വരെ. ഓക്കെ, അപ്പോൾ ദ നമ്പർ ഓഫ് സിമ്പിൾസ് യൂസ് ഇൻ നമ്പർ സിസ്റ്റം ഈസ് കോൾഡ് ബേസ് ഓർ റാഡിക്സ്. മീൻസ് ബേസ് എന്ന് പറയുന്നത് ഒരു നമ്പർ സിസ്റ്റത്തിൽ എത്രത്തോളം യുണീക്ക് സിമ്പിൾസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്പേഴ്സ്, ഇപ്പൊ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റം ആയതുകൊണ്ട് നമ്മൾ യുണീക്ക് നമ്പേഴ്സ് എന്താണ്, 0 മുതൽ 9 വരെ. ബാക്കിയുള്ള നമ്പേഴ്സ് എല്ലാം ഈ 0 മുതൽ 9 വരെയുള്ള ഏതെങ്കിലും നമ്പേഴ്സിന്റെ കോമ്പിനേഷൻസ് ആയിരിക്കും അല്ലെ. അപ്പോ അത് ബേസ്, അപ്പൊ എന്താണ്, എത്ര വലിയ നമ്പർ ആണെങ്കിലും, മീൻസ് ഡെസിമൽ നമ്പറിൽ ഏതൊക്കെ നമ്പർ ആണെങ്കിലും ആ നമ്പറിന്റെ ബേസ് എത്രയാണ്, 10 ആണ്. അല്ലെങ്കിൽ ബേസ്, അല്ലെങ്കിൽ അതിനെന്താ പറയാ, റാഡിക്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്പർ സിസ്റ്റത്തിന് ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ എന്താ പറയാ, ഡെസിമൽ നമ്പർ സിസ്റ്റം. അപ്പൊ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഡെസിമൽ നമ്പർ സിസ്റ്റം നമ്മൾ ബേസ് 10 സിസ്റ്റം എന്നാ പറയാ. ആൻഡ് ഈ ഓരോ ഡിജിറ്റിലും, മീൻസ് ഒരു ഡെസിമൽ നമ്പർ തന്നു, ഇപ്പൊ താഴെ തന്നിരിക്കും 743. ഓക്കെ, ഈ നമ്പറിന്റെ ഓരോ ഡിജിറ്റിലും ഒരു വെയിറ്റ് ആഡ് ചെയ്യും. ആ വെയിറ്റ് എന്ന് പറയുന്നത് 10⁻⁴. മീൻസ് 10⁻⁴ ഒരു പവർ ആണ്. ഓക്കെ, 10ന്റെ ഒരു പവർ ആയിരിക്കും നമ്മൾ ഓരോ ഡിജിറ്റിലും എന്ത് ചെയ്യുക, നമ്മൾ ഇൻറ്റു ഒരു വെയിറ്റ് ആഡ് ചെയ്യുന്നത്. മീൻസ് അവിടെ ഇൻറ്റു ആണ് ചെയ്യുന്നത്. 7 ഇൻറ്റു ഒരു വെയിറ്റ്, 4 ഇൻറ്റു ഒരു വെയിറ്റ്, 3 ഇൻറ്റു ഒരു വെയിറ്റ്, അങ്ങനെ. അപ്പോൾ അപ്പൊ ഈ നമ്പറിനെയാണ് നമ്മൾ പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനത്തെ നമ്പർ സിസ്റ്റത്തിന് നമ്മൾ എന്താ പറയും, പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്ന് പറയും. മീൻസ് ഈ വെയിറ്റ് ആഡ് ചെയ്യുന്നു, പൊസിഷൻ അനുസരിച്ച് വെയിറ്റ് ആഡ് ചെയ്യുന്നു. ഓരോ പൊസിഷനും ഡിഫറെന്റ് വെയിറ്റ്സ് ആയിരിക്കും കൊടുക്കുന്നത്. മീൻസ് ആ 10⁻⁴ ഇല്ല, ഈ എക്സ് എന്താവും, പൊസിഷൻ അനുസരിച്ച് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് ഒരു എക്സാമ്പിൾ താഴെ തന്നിട്ടുണ്ട്, 743. ഓക്കെ, ഇത് ഡെസിമൽ നമ്പർ ആണ്. അപ്പൊ ഈ ഡെസിമൽ നമ്പറിന് എന്ത് ചെയ്യുന്നു, നമ്മള് ഓരോ ഡിജിറ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ വേർതിരിച്ചെടുക്കുന്നു, 7, 4, 3. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, 3 തുടങ്ങാം. മീൻസ് കാരണം അതാണ് ലെഫ്റ്റ് മോസ്റ്റ്, മീൻസ് സോറി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 3 തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ 3 ഇൻറ്റു 10⁻⁴. കാരണം നമ്മൾ 0 മുതൽ, എക്സ് എന്ന് പറയുന്നത് 0 മുതൽ n വരെ. n എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ n എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പേഴ്സ്, ഒരു നമ്പറിന്റെ എത്രത്തോളം ഡിജിറ്റ്സ് ഉണ്ട്, അതാണ് n. അപ്പോൾ അത്രത്തോളം എന്ത് ചെയ്യും, എക്സ് 10⁻⁴ പവർ കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഓരോ പൊസിഷൻസിനനുസരിച്ച്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് എന്ന് തുടങ്ങുന്നു, മീൻസ് 3 തുടങ്ങുന്നു. 3 എന്ത് ചെയ്യും, 10⁻⁴. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് എന്താണ്, 4 ആണ്. 4നെ നമ്മൾ എന്ത് ചെയ്യുന്നു, 10⁻⁴. കാരണം 0 1 ആയി. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, 7. 7ന് 7 ഇൻറ്റു 10⁻². അപ്പൊ ഇതിന് ചുരുക്കം എന്താന്ന് വെച്ചാൽ 10⁻⁴ എന്ന് പറയുന്നത് 1 അല്ലേ. അപ്പൊ വൺസ് പ്ലേസിൽ എന്താണ് 1 അല്ലേ. ഇനി ടെൻസ് പ്ലേസിൽ എന്താണ്, ടെൻസ് പ്ലേസിൽ
10. 10 raised to 1 എന്താ 10 അല്ലേ? ഹൺഡ്രഡ്സ് പ്ലേസിൽ 10 raised to 2 എന്ന് വെച്ചാൽ 100. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടി ഈ പ്രോഡക്റ്റിനെ എല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അപ്പൊ ഈ കിട്ടിയ എന്താണ്? ഈ 7 × 10 raised to 2 പറയുന്നത് 700 അല്ലെ? 4 × 10 raised to 1 എന്ന് പറയുന്നത് 40 ആൻഡ് 3 × 10 raised to 0 എന്ന് പറയുന്നത് 3. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ എന്താ, ഇതെല്ലാം കൂടി നമ്മൾ സം ചെയ്യുമ്പോൾ എന്താവും? നമുക്ക് പഴയ നമ്പർ തന്നെ തിരിച്ചു കിട്ടും. ഓക്കെ, അപ്പോ നമുക്ക് എന്താണ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റും ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്? അപ്പോൾ ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതിന്റെ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് ആണ് എന്ത്? ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്. മീൻസ് ഇൻ ദ കേസ് നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ പറഞ്ഞു 743. ഓക്കെ, അതില് 743, അതിൽ 3 ആണ് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്. 7 എന്ന് പറയുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് ആണ്. ഓൾറൈറ്റ്, അപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റും റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റും. ഇനി എങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷണൽ ഡെസിമൽ നമ്പർ, ഓക്കെ, അതിനെങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഫ്രാക്ഷണൽ ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത് എന്താ? പോയിന്റ്, ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പേഴ്സിനെ എങ്ങനെയാണ് നമ്മൾ 10 raised to power അല്ലെങ്കിൽ വെയിറ്റ് ആഡ് ചെയ്യുന്നത്? പോയിന്റ് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സിന്. ഓക്കെ, അതാണ് ഈ പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ നമ്പറിന് എന്ത് ചെയ്യുക? 10 raised to -1 കൊടുക്കുക, സെക്കൻഡത്തെ നമ്പറിന് 10 raised to -2 കൊടുക്കുക, തേർഡത്തെ നമ്പർ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? മീൻസ് പ്രോഡക്റ്റ് കണ്ടിട്ട് അതിനെ സം ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് റൈറ്റിലോട്ട് പോകുന്തോറും, പോയിന്റ് കഴിഞ്ഞ് റൈറ്റിലോട്ട് പോകുന്തോറും പവർ എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. മീൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. -1, -2, -3 മീൻസ് ഡിക്രീസിങ് ഓർഡറിൽ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോ ഈ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് 367. ഇത് ഈ ഡെസിമൽ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതില് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് എന്തായിരുന്നു? 2 ആയിരുന്നു. ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് 7 ആണ്. ഓക്കെ, അപ്പൊ പോയിന്റിന്റെ ഈ ഇവിടെ നമ്മുടെ ഓക്കെ, സോ ഈ പോയിന്റ് ഇപ്പുറത്തുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. ഓക്കെ, 9 എന്ത് ചെയ്യുക? 10 raised to 0, 4 10 raised to 1 ആൻഡ് 2 10 raised to 2 എന്ന രീതിയിൽ. പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഇങ്ങോട്ടുള്ള നമ്പേഴ്സ് ഇല്ലേ, ഈ ഫ്രാക്ഷണൽ പാർട്സ്, ഇത് നമ്മൾ എന്ത് ചെയ്യുക? ഈ വെയിറ്റ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ പ്ലസ് ഈ പോയിന്റ് കഴിഞ്ഞിട്ട്, ഓക്കെ, 3 × 10 raised to -1, ഓക്കെ, പ്ലസ് അടുത്തത് 6 × 10 raised to -2, അടുത്തത് 7 പ്ലസ് 7 × 10 raised to -3. ഇതിനൊക്കെ കൂടെ എന്ത് ചെയ്യുക? കമ്പ്യൂട്ട് ചെയ്തിട്ട്, മീൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു വാല്യൂ നമുക്ക് കിട്ടും. തിരിച്ച് അതേ നമ്പർ തന്നെ എന്താവും? നമുക്ക് കിട്ടും അല്ലേ? അപ്പൊ നമുക്കറിയാം എന്താന്ന് 10 raised to -1 എന്ന് പറയുന്നത്, ഈ 10 raised to -1 എന്ന് പറയുന്നത് എന്താ? 1/10 അല്ലേ? പിന്നെന്താണ് 10 raised to -2 എന്ന് പറയുന്നത് എത്രയാ? 1/100. 1/100. അതിന് -3 പറയുമ്പോൾ -2, 1/100. ഓക്കെ, അതാണ് മനസ്സിലായല്ലോ. ഇനി 10 raised to -3 പറയുമ്പോൾ 1000, ആ രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഇനി അതാണ് ഫ്രാക്ഷണൽ ഡെസിമൽ നമ്പറിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ബൈനറി നമ്പർ സിസ്റ്റം. ഈ നമ്പർ സിസ്റ്റമാണ് നമ്മുടെ കമ്പ്യൂട്ടേഴ്സ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്പർ സിസ്റ്റത്തിൽ ഒരു ടൈപ്പാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. അതിന് ഇനി അടുത്തതാണ് ബൈനറി നമ്പർ സിസ്റ്റം. അപ്പോൾ കമ്പ്യൂട്ടേഴ്സിന് മനസ്സിലാവുന്ന ഒരു നമ്പർ സിസ്റ്റമാണ് ബൈനറി നമ്പർ സിസ്റ്റം. ഇവിടെ ആകെ 2 ഡിജിറ്റേ ഉള്ളൂ, 0, 1. 0 പറയുന്നത് ഓഫും 1 പറയുന്നത് ഓണും. അപ്പൊ അതിന് ബേസ് 2 ആയതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ഇതിനെ ബേസ് 2 നമ്പർ സിസ്റ്റം എന്നാണ് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ പൊസിഷൻ നമ്പർ സിസ്റ്റം, പൊസിഷൻ എന്ന് പറയുന്നത് ഇത് ഒരു പൊസിഷണൽ നമ്പർ സിസ്റ്റം ആണ്. മീൻസ് ഓരോ പൊസിഷനിലും 2ന്റെ പവർ ആയിരിക്കും എന്ത് ചെയ്യുക? നമ്മൾ വെയിറ്റ് ആഡ് ചെയ്യുന്നത്. നമ്മള് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ പറഞ്ഞു 10ന്റെ പവർ ആണ് ആഡ് ചെയ്യുന്നതെന്ന് അല്ലെ? പക്ഷെ ഇവിടെ ബേസ് 2 ആയതുകൊണ്ട് 2ന്റെ പവർ ആണ് ആഡ് ചെയ്യുന്നത്. ഏതാണോ ആ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ്, ആ ബേസിലായിരിക്കും എന്ത് ചെയ്യുക? നമ്മൾ പവർ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ആണ് കാണുന്ന താഴത്തെ. ഈ കാണുന്ന 1010 to the base 2 and 111110 to the base 2 എന്ന് പറയുന്ന 2 എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ബേസ് ഈ 2 സഫിക്സിൽ എപ്പോഴും കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ വേറൊരു നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു നമ്പർ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ബേസ് എന്ത് ചെയ്യണം? താഴത്ത് കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യും? നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലോട്ട് മീൻസ് അത് മനസ്സിലാക്കാൻ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏതിന്റെ നമ്പറാണ് എന്ന് വെച്ചാൽ
ഏത് നമ്പർ സിസ്റ്റത്തിന്റെ നമ്പർ ആണെന്ന് വെച്ചാൽ അതിന്റെ ബേസ് എന്ത് ചെയ്യുക, താഴത്ത് ഇങ്ങനെ സഫിക്സിൽ കൊടുക്കാം. ദെൻ അപ്പോൾ ആ ഒരു ബൈനറി നമ്പറിനെ നമ്മൾ എന്ത് പറയും, ബിറ്റ് എന്ന് പറയും. ഓക്കെ, ഒരു ബൈനറി നമ്പറിലുള്ള ഒരു നമ്പർ, ഇപ്പൊ ഒരു ഇത്ര ബൈനറി നമ്പർ 101010 എന്ന് പറയുമ്പോൾ ഈ ഒരു നമ്പർ എന്താ പറയും, നമ്മൾ ബിറ്റ് എന്ന് പറയും. ഇതിന് എന്താ പറയാ, ഒരു ബിറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു നമ്പർ തന്നിട്ടുണ്ട് 1101 ടു ദ ബേസ് 2 എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഈ ബേസ് 2ലേക്ക് നമ്മൾ എന്ന് പറയുന്നത് 1101 എന്ന് പറയും. ഓക്കെ, ഡെസിമൽ നമ്പറിൽ. പക്ഷെ ഇത് ബേസ് 2 ആയതുകൊണ്ട് 1101. സോ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് നിന്നിട്ട് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിലോട്ടാണ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞേ പറഞ്ഞു, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഡെസിമലിലാണ്. മീൻസ് ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് ആണ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് ആണ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. അതേ കോൺസെപ്റ്റ് തന്നെ, പക്ഷെ ഇവിടെ നമ്മൾ ബിറ്റ് എന്ന് പറയും, ഡിജിറ്റ് എന്ന് പറയില്ല. ബൈനറി നമ്പറിലുള്ള ഓരോ നമ്പറിനെ നമ്മൾ എന്താ പറയുക, അല്ലെങ്കിൽ ഓരോ ഡിജിറ്റിനെ നമ്മൾ ബിറ്റ് എന്നാ പറയാം. അപ്പോൾ ഈ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അതവിടെ എഴുതിയിട്ടുണ്ട് 1 ഇൻറ്റു നമുക്ക് 1 ഇൻറ്റു 2⁻0. ഓക്കെ, 2⁻0 എന്താണ് 1. അപ്പോൾ 1's പ്ലേസിൽ 1. ഇനി 10's പ്ലേസിൽ 0 ഇൻറ്റു 10 2⁻1. കാരണം 2⁻0 എന്ന് മാറിയിട്ട് 2⁻1 വന്നു. ഓക്കെ, അടുത്തത് 1 ഇൻറ്റു 2⁻2. അപ്പോൾ 1 ഇൻറ്റു 2⁻2 പറയുമ്പോൾ ഈ 2⁻1 നിന്നിട്ട് 2⁻2 മാറി. കണ്ടോ? അപ്പോൾ പൊസിഷനനുസരിച്ച് വെയിറ്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ലാസ്റ്റ് പ്ലേസിലെത്തി, മീൻസ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എത്തിയപ്പോൾ എന്താണ്, ഏതാണോ പൊസിഷൻ 0 1 2 3, തേർഡ് പൊസിഷനിലാണ് 1 ഇൻറ്റു 10⁻3. നമുക്കിത് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഇത് 0, ഇത് 1, ഓക്കെ, ഇത് 2, മീൻസ് പൊസിഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇവാലുവേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എളുപ്പമാവും കാര്യങ്ങൾ. എല്ലാ ഡിജിറ്റിലും അതേപോലെ തന്നെ ചെയ്താൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ വാല്യൂസിനെല്ലാം ഇവാലുവേറ്റ് ചെയ്തപ്പോൾ 2⁻3 എന്താണ് 8, 1 ഇൻറ്റു 8, 2⁻2 1 ഇൻറ്റു 4, അതേപോലെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ലാസ്റ്റ് എല്ലാം കൂടി സമ്മപ്പ് ചെയ്തപ്പോൾ 13 ആണ് നമുക്ക് എന്ത് ചെയ്തത്, ഒരു ഡെസിമൽ നമ്പർ കിട്ടി. കൺവേർഷൻ അവിടെ നടന്നു. ഓക്കെ, അപ്പൊ നമ്മൾ 2ന്റെ പവർ ഒരു ബൈനറി നമ്പറിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, മീൻസ് വെയിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഡെസിമൽ നമ്പർ കിട്ടും. ബൈനറി ടു ഡെസിമൽ കൺവേർഷനെ. അപ്പോൾ ഈ 1101നെ കമ്പ്യൂട്ടർ റെപ്രസെന്റ് ചെയ്യുന്നത് 13നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 13നെയാണ് കമ്പ്യൂട്ടർ 1101 റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ നമ്മൾ ഈ 13 കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, അതിനെ നേരെ 1101 കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് കമ്പ്യൂട്ടർ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ കുറെ കൺവേർഷനും ഉണ്ട് ഇനി പഠിക്കാൻ, നമുക്ക് തുടരെ അത് പഠിക്കാം. ഓക്കെ, അപ്പോ ഇത് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് മോസ്റ്റ് ബിറ്റ് ആണ് ഒരു ബൈനറി നമ്പറിലെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബൈനറി നമ്പറിന്റെ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് ആണ് എന്ത് പറയാ, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയാം. ഇനി ബൈനറി നമ്പറിന് ഫ്രാക്ഷൻസ് ഉണ്ടാവാം. ഓക്കെ, മീൻസ് ഡെസിമൽ പോയിന്റ്സ് ഉണ്ടാവാം. അപ്പൊ പോയിന്റിന്റെ ശേഷമുള്ള നമ്പേഴ്സ്, പോയിന്റിന് മുന്നുള്ള നമ്പേഴ്സ് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ എന്താണ്, ആ രീതിയിൽ 2ന്റെ പവർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ പവർ എന്നും എപ്പോഴും പോസിറ്റീവിലായിരിക്കും. ഇനി പോയിന്റ് കഴിഞ്ഞിട്ടുള്ള നമ്പറിന് എന്ത് ചെയ്യുക, നമ്മൾ -1 -2, മീൻസ് ഓരോ പൊസിഷനിൽ എത്തുമ്പോൾ -3 ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള നമ്പർ ഏതാ, ഇത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ 0 ഇൻറ്റു 10⁻2⁻1 ബേസ് റേസ് ടു -1. അടുത്തത് +1 ഇൻറ്റു ബേസ് റേസ് ടു -2. ആ നമ്പർ അങ്ങനെ അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ലാസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനത്തെ ഒരു 7.375. ഇത്ര നമ്പർ 7 ആണ്. ബൈനറി നമ്പർ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് 7 ആണ്. ഈ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 375 എന്ന രീതിയിലാണ്. ഓക്കെ, അപ്പോൾ 7.375 ടു ദ ബേസ് 10 എന്ന് വെച്ചാൽ ഇതൊരു ഡെസിമൽ നമ്പർ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷൻ ബൈനറി നമ്പറിനെ ഡെസിമൽ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഒക്ടൽ നമ്പർ സിസ്റ്റം. അടുത്ത നമ്പർ സിസ്റ്റം എക്സാമ്പിൾ ആണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന് ബേസ് 8 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ബേസ് 8 നമ്പർ സിസ്റ്റം എന്നാ പറയാ. ബേസ് 8 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 മുതൽ 7 വരെ, 0 1 2 3 4 5 6 7 ഇത്രത്തോളം ഈ 8 നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒക്ടൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു നമ്പർ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, about 236 ടു ദ ബേസ് 8. ഈ ബേസ് 8 എന്ന് കണ്ടാൽ നമുക്ക് എന്താ മനസ്സിലാവും, ഇതൊരു ഒക്ടൽ നമ്പർ ആണെന്ന്. അപ്പോൾ ഇതിനെ നമുക്ക് ഡെസിമലിലോട്ട് മാറ്റണം അല്ലെ. ഡെസിമലിലോട്ട് മാറ്റുമ്പോൾ എന്താവും, ഈ 8ന്റെ ബേസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, പവർ ആഡ് ചെയ്യുക. ഇത് 0, ഇത് 1,
ഇത് 2 എന്ന് വെച്ചിട്ട് ഓരോ പൊസിഷൻസും ഇതും പൊസിഷൻ നമ്പർ സിസ്റ്റം പോലെ തന്നെ പൊസിഷൻ അനുസരിച്ച് എന്ത് ചെയ്യുക നമ്പേഴ്സിന്റെ വെയിറ്റ് മീൻസ് വെയിറ്റ് നമ്മൾ ആ പവറിൽ വെച്ച് ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 6ന്റെ വെയിറ്റ് എത്രയാണ് 8 raised to 0. അപ്പോൾ 6 × 8 raised to 0. 3ന്റെ വെയിറ്റ് എത്രയാണ് 8 raised to 1. അപ്പം 3 × 8 raised to 1. ഓക്കെ, അതേപോലെ തന്നെ 2ന്റെ വെയിറ്റ് എത്രയാണ് 8 raised to 2. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ത് കിട്ടുന്നു 158നെയാണ് നമ്മൾ എന്ത് ചെയ്തത് 236 എന്ന് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്തത് ഫ്രാക്ഷണൽ ഒക്ടൽ നമ്പേഴ്സ്. അപ്പോൾ ഒക്ടൽ നമ്പേഴ്സിലുള്ള ഫ്രാക്ഷൻസ് എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? അതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തു പോയിന്റ് ഇപ്പുറത്തിനുള്ള നമ്പേഴ്സിന് എന്ത് ചെയ്തു -1, -2, -3 എത്ര നമ്പേഴ്സ് ഉണ്ടെങ്കിൽ -2. ഇപ്പൊ തൽക്കാലം ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു -1ൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു ഒതുക്കി വെയിറ്റിനെ. കണ്ടോ, ഇപ്പോൾ വെറും 4 മാത്രമേ ഉള്ളൂ. അപ്പൊ -1 കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ -2, -3, -4 നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ അതിന് മുന്നുള്ള നമ്പേഴ്സ് കഴിഞ്ഞ നമ്പേഴ്സ് പോലെ തന്നെ 0 to 2 പൊസിഷൻ അനുസരിച്ച് എന്ത് ചെയ്യുക നമ്മൾ വെയിറ്റ് ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ പോയിന്റ് കഴിഞ്ഞുള്ള 4ന് എന്ത് ചെയ്യുക നമ്മൾ 4 × 8 raised to -1. 8 raised to -1ന് എന്താണ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ എങ്ങനെയാണ് 1/8. ഇതിന്റെ വാല്യൂ എത്രയാ 0.124 125 അല്ലേ? ഈ 0.125. ഓക്കെ, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും 4ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഉത്തരം കിട്ടും. മീൻസ് അതിന്റെ കാൽക്കുലേഷൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ മീൻസ് ഇപ്പുറത്തുള്ള പാർട്ടിന് എന്ത് ചെയ്യുക ആദ്യം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പോയിന്റ് കൊടുത്തിട്ട് വേണം ഈ പാർട്ടിനെ ആഡ് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യുക പ്ലേസ് ചെയ്യാൻ. ഓക്കെ, ഇയാളത് ഹെക്സാ നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം. അപ്പോൾ ഈ നമ്പർ സിസ്റ്റം 16 സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഏറ്റവും വലിയ നമ്പർ സിസ്റ്റമാണ്, ഏറ്റവും വലിയ ബേസുള്ള നമ്പർ സിസ്റ്റമാണ് ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇത് 0 മുതൽ 9. ഓക്കെ, അത് ആദ്യത്തെ 10 നമ്പർ കഴിഞ്ഞു. ഇനി ബാക്കി 6 എണ്ണം ഉണ്ട് അല്ലേ? 6 എണ്ണം A to F. ഓക്കെ, അങ്ങനെയാണ് റെപ്രസെന്റ്. A എന്ന് പറയുന്നത് 10, B എന്ന് പറയുന്നത് 11. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹെക്സാ ഡെസിമൽ നമ്പറിന്റെ എക്സാമ്പിൾ ആണ് 12A1 1 to A1 to the base 16. ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ് പൊസിഷൻ അനുസരിച്ച് നമ്മൾ വീണ്ടും കൊടുക്കുക പൊസിഷൻസ്. 1ന്റെ പൊസിഷൻ 0, ഇതിന്റെ പൊസിഷൻ 1, എന്റെ പൊസിഷൻ, ഇതിന്റെ പൊസിഷൻ 2, പൊസിഷൻ 3, 1ന്റെ പൊസിഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെ കൊടുത്തിട്ട് കൺവേർട്ട് ചെയ്യുക. 1 അവ എങ്ങനെയാണ് 1 × വെയിറ്റ് ആഡ് ചെയ്യുക 16 raised to 3 പ്ലസ് 2 × 16 raised to 2 പ്ലസ് A × 16 raised to 1 പ്ലസ് 1 × 16 raised to 0. അപ്പൊ A എന്ന് കാണിച്ചു അല്ലെ? A എന്ന് പറയുന്നത് എന്താണ് 10, B പറയുന്നത് 11, C പറയുന്നത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക ഒരു സൈഡിൽ എഴുതി വെക്കാം. അപ്പൊ A എന്ന് പറയുന്നത് 10 അല്ലേ? അപ്പോൾ എന്ത് ചെയ്തു നമ്മൾ എന്റെ അവിടെ പേന എന്റെ അവിടെ എന്താണ് 10 എന്ന് കൊടുത്തു. അപ്പൊ 10 × 16 raised to 1 എന്ന് പറയുന്നത് 160. ഓക്കെ, ഇനി ഇതെല്ലാം ഇവാലുവേറ്റ് നമുക്ക് എന്ത് കിട്ടും ഒരു വാല്യൂ കിട്ടും. ഇതൊക്കെ കൂടെ സമ്മപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഡെസിമൽ നമ്പർ കിട്ടും 4769 എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ഡെസിമൽ നമ്പർ. ഓക്കെ, ഇനി അടുത്ത് ഫ്രാക്ഷണൽ നമ്പർ ഓഫ് ഡെസിമൽ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് ഡെസിമൽ നമ്പേഴ്സിൽ ഹെക്സാ ഡെസിമൽ നമ്പേഴ്സിലുള്ള ഫ്രാക്ഷൻസ് എങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ വരെ ഉള്ളതൊക്കെ എന്താണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പൊസിഷൻസ് അനുസരിച്ച് എന്ത് ചെയ്യുക ഈ നമ്പേഴ്സിന്റെ പൊസിഷൻസ് അനുസരിച്ചിട്ട് ബേസിന്റെ പവർ വെച്ച് നമുക്ക് കൊടുക്കുക. പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഇപ്പുറത്തുള്ള നമ്പർ എന്ത് ചെയ്യുക കഴിഞ്ഞ പറഞ്ഞ പോലെ തന്നെ -1 ആഡ് ചെയ്യുക. മീൻസ് -1ന്റെ വെയിറ്റ് കൊടുക്കുക ബേസ് റേസ് ടു -1. അപ്പോൾ 1/16 ആണ് അല്ലേ? 1/16 വാല്യൂവേറ്റ് ചെയ്യുമ്പോൾ എന്താണ് 0.25 കിട്ടും. അപ്പോൾ എന്താ നമുക്ക് പോയിന്റ് ഇപ്പുറത്തുള്ള നമ്പേഴ്സിന് ആദ്യം എഴുതിക്കുക. അപ്പോൾ അപ്പോൾ നമുക്ക് 45 കിട്ടി. 0.25നെ ഇവിടെ എഴുതാം. അപ്പോൾ നമുക്ക് 45.25 എന്ന ഡെസിമൽ നമ്പർ ആയി കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രത്തോളം ഉള്ളൂ നമ്മുടെ ഈ ആദ്യത്തെ പാർട്ടിൽ. നമ്മൾ എന്തൊക്കെയാണെന്ന് പഠിച്ചാൽ നമ്മൾ ആദ്യം എങ്ങനെ കമ്പ്യൂട്ടേഴ്സ് ഡാറ്റ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന രീതിയിലാണ് പഠിച്ചത്. കമ്പ്യൂട്ടേഴ്സ് റിയൽ വേൾഡ് ഡാറ്റാസിനെ ഡയറക്റ്റ് മനസ്സിലാക്കില്ല. അവർ അവരുടെ രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യും. അവര് കൺവേർട്ട് ചെയ്യുന്നത് ബൈനറി നമ്പേഴ്സിലോട്ടാണ്. അപ്പൊ നമ്മള് നമ്പർ സിസ്റ്റത്തിനെ പറ്റി പഠിച്ചു. നമ്പർ സിസ്റ്റം 4 രീതികളുണ്ട്. ഒന്നാമത് ഡെസിമൽ നമ്പർ സിസ്റ്റം, നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം മീൻസ് ഹ്യൂമൻസിന് മനസ്സിലാവുന്ന നമ്പർ സിസ്റ്റം. പിന്നെ
ബൈനറി നമ്പർ സിസ്റ്റം, ഇതാണ് മെഷീൻ ഡിപെൻഡന്റ് നമ്പർ സിസ്റ്റം, മെഷീന് മനസ്സിലാവുന്ന നമ്പർ സിസ്റ്റം. പിന്നെ ബൈനറി നമ്പേഴ്സിന്റെ പ്രത്യേകതകൾ പഠിച്ചു, 0 1 എന്ന രീതിയിലാണ്. പിന്നെ എന്താ പഠിച്ചത് നമ്മൾ? ഒക്ടൽ നമ്പർ സിസ്റ്റം, പിന്നെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഓക്കെ, ഇപ്പോൾ ഈ ഒക്ടലോ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇവരൊക്കെ അഡ്രസ് നമുക്കിപ്പോൾ വേറെ കുറെ കാര്യങ്ങളുണ്ട് കമ്പ്യൂട്ടേഴ്സിന് അഡ്രസ് റെപ്രസെന്റ് ചെയ്യാൻ. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ബൈനറി നമ്പേഴ്സ് വെച്ച് നമ്മൾ അഡ്രസ് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വലുതാവും. അതുകൊണ്ടാണ് നമ്മൾ ഹെക്സയും ഒക്ടയും ഒക്കെ കൊണ്ടുവന്നത്. ഇത് വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമുക്ക് കുറച്ച് ഡിജിറ്റ്സ് മതി, കാരണം വലിയ വലിയ ബേസ് ആണല്ലോ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, അഡ്രസ്സസ് എല്ലാം മെമ്മറിയുള്ള അഡ്രസ്സ് റെപ്രസെന്റ് ചെയ്യാം, മീൻസ് മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിലൊക്കെ മാറ്റാം. അതിനാണ് നമ്മൾ ആ 2 നമ്പർ സിസ്റ്റത്തിനെ പറ്റി പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ആൻഡ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക് യു.